നാടും നഗരവും രാജ്യവും എല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ 75ാം വർഷം ആഘോഷിക്കുകയാണ്. ഒരുപക്ഷെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ആഘോഷിക്കുന്നത്, ഇത്രയും വിപുലമായി ആഘോഷിക്കുന്നത് മുമ്പെങ്ങും ഉണ്ടാകാൻ വഴിയില്ല. ഇത് പ്രധാനമന്ത്രി എന്ന വ്യക്തിയുടേതല്ല, അത് ഒരു പ്രധാനമന്ത്രിയുടെ, അതായത് രാഷ്ട്രത്തെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സേവകൻ എന്നുള്ള രീതിയിലാണ്. രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഒരു മാനസിക ഉല്ലാസത്തിലേക്ക് നടത്തിച്ചു. സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. ലോകത്ത് തന്നെ ഇന്ത്യയുടെ വാക്കെന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങൾ കാതോർത്തിരിക്കുന്നതാണ്. മോദിയുടെ വാക്ക് അത് അവസാന വാക്കായിരിക്കും. സാധാരണ ജനങ്ങളെ ചേർത്ത് നിർത്തി ആ പ്രധാന മുഖ്യധാരയിൽ നിന്ന് മാറി നിന്നവരെ ചേർത്ത് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞ 11 വർഷമായിട്ട് രാജ്യത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 1, പത്മ അവാർഡുകൾ. 2, മൻ കി ബാത്തിലൂടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളവർ. അങ്ങനെ BJPയും കേരളത്തിൽ വലിയ ഒരു സ്ഥാനം പിടിച്ചു കൊണ്ടുവരുന്ന ഒരു വേളയിലാണ് പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ആഘോഷം. ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് 75ൽ നിൽക്കുന്ന അവസരത്തിൽ കേരളത്തിൽ നിന്ന് എന്ത് സമ്മാനമായിരിക്കും നൽകാൻ പോകുന്നത്? അത് കേരളത്തിലെ ജനങ്ങൾ എന്തായിരിക്കും തീർച്ചപ്പെടുത്തി വച്ചിരിക്കുന്നത്? അത് വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകളിലായിരിക്കും ആ സമ്മാനം കൊടുക്കുക. ഒന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതിന് പിന്നാലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഏതെല്ലാം തരത്തില് മോദിക്കെതിരെ കാര്യങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് നടന്നത്. അങ്ങനെ നടന്നതിന്റെ ഭാഗമായിട്ടാണ് 2019 കേരളത്തിൽ ഒരു UDF തരംഗവും ഉണ്ടായി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു നിന്ന് മത്സരിക്കുന്നു. അടുത്ത പ്രധാനമന്ത്രി കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന ഒരു MP ആണ് എന്നുള്ള കാര്യത്തിലും, അതിനോടൊപ്പം തന്നെ ശബരിമല യുവതീ പ്രവേശ വിഷയവും ഒക്കെ UDFന് അനുകൂലമായി മാറി എന്നുള്ളതാണ്. പക്ഷെ 2019 കഴിഞ്ഞപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറുകയും ചെയ്തു. പലരും രാജ്യത്തെ തന്നെ, എന്തിന് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായം ഒക്കെ തന്നെ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കാൻ തുടങ്ങി. 2024 എത്തിയപ്പോഴേക്കും അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയും ചെയ്തു. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാണുന്നുണ്ട് ക്രൈസ്തവരുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വലിയ ബന്ധമെന്ന് പറയുന്നത്. BJPയിൽ ക്രൈസ്തവ മുഖങ്ങൾ തന്നെ ധാരാളം ഉണ്ടായി. ഷോൺ ജോർജും അനിൽ ആന്റണിയും ജോർജ് കുര്യനും ജേക്കബ് തോമസും അൽഫോൻസ് കണ്ണന്താനവും, ഇങ്ങനെ നീണ്ട ഒരു പട്ടിക തന്നെ. അത്തരത്തിൽ ആ ക്രൈസ്തവ മുഖങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് BJP എന്താണ്, BJPക്കെതിരെ പലതരത്തിലും ഈ ഹിന്ദുത്വ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞും മോദിയെ മറ്റൊരു തരത്തിൽ ചിത്രീകരിച്ചും ഈ ക്രൈസ്തവരുടെ ഇടയിൽ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി കൊടുത്തു. അത് മാറ്റിക്കൊടുക്കാനായിട്ട് ഈ BJPയിലെ ഈ ക്രൈസ്തവ മുഖങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. വഖഫ് ഭേദഗതി ബില്ലിലും മുനമ്പം വിഷയത്തിലും ഒക്കെ ശക്തമായ നിലപാടെടുക്കുകയും ഇടപെടുകയും ചെയ്തു. അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ടും സാധിച്ചു എന്നുള്ളതാണ്. കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യങ്ങൾക്ക് പോലും ഇപ്പോൾ ഈ ക്രൈസ്തവ മുഖങ്ങളെയാണ്, BJPയിലുള്ള ഈ ക്രൈസ്തവ മുഖങ്ങളെയാണ് പലരും സമീപിക്കുന്നത്. സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്രൈസ്തവരുമായിട്ട്, ബിഷപ്പുമാരുമായിട്ട്, സഭകളുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ബന്ധം തന്നെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതേ മാതൃക പിന്തുടരണം എന്നാണ് BJPയിലെ ഉയർന്ന നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ ക്രിസ്മസിനും പുതുവത്സരത്തിനുമായിട്ട് BJP പ്രവർത്തകരും BJP നേതാക്കന്മാരും ഒക്കെ തന്നെ അരമനകളിലും പള്ളികളിലും ഒക്കെ ചെന്ന് ബിഷപ്പുമാരെയും
ക്രൈസ്തവരെയും ഒക്കെ തന്നെ കണ്ട് കേക്ക് മുറിക്കുന്നു. അങ്ങനെ അവരുമായിട്ട് ക്രിസ്മസ് ദിന ആഘോഷങ്ങൾ പങ്കുചേരുന്നു, പുതുവത്സരം ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നു. നരേന്ദ്രമോദിയോടൊപ്പം ഭക്ഷണം കഴിക്കാനായിട്ട് ബിഷപ്പുമാർ ക്യൂ നിൽക്കുന്നു. കേരളത്തിൽ ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സമയത്ത് തൃശ്ശൂരിലൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. അമിത്ഷായും നരേന്ദ്രമോദിയും വന്നപ്പോൾ അവരോടൊപ്പം അവരെ കാണാനായിട്ട് പോലും ക്യൂ നിൽക്കുകയാണ്, അവരുടെ ഒരു സമയത്തിന് വേണ്ടി. ഈ മർത്തോമ സഭയുടെ മത അധ്യക്ഷനായിരുന്ന ക്രിസോസ്റ്റം തിരുമേനിയെ നമുക്കറിയാം. അദ്ദേഹം ഇന്നില്ല, കാലം ചെയ്തു. അദ്ദേഹം നരേന്ദ്രമോദിയെ കാണാൻ പോയ അനുഭവം തന്നെ വളരെ രസകരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു നർമ്മത്തിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാനൊരു സഹായിയെയും കൂടെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്തെഴുതിയത്. സഹായിയെയും കൂടെ കൂട്ടിക്കൊള്ളാനായിട്ട് അനുമതി നൽകി. പക്ഷെ ഞാൻ അവിടെ എത്തി, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി സഹായിയുടെ കൈ അങ്ങ് പിടിച്ചു മാറ്റിയിട്ട് മോദി എൻ്റെ കയ്യിലങ്ങ് മുറുകെ പിടിച്ചു. അങ്ങനെ എന്നെ കയ്യിലെടുത്തു. ആ കയ്യിലെടുത്തു എന്നുള്ളത് ക്രിസോസ്റ്റം തിരുമേനി അടിവരയിട്ട് പറഞ്ഞു. അത് പറയുമ്പോൾ തന്നെ ഒരു ചിരിയും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ബിഷപ്പുമാരുമായിട്ടും ക്രൈസ്തവരുമായിട്ട് അത്രത്തോളം ഒരു സൗഹൃദം ഉണ്ടാക്കുന്നതിനും അടുപ്പം സ്ഥാപിക്കുന്നതിനും നരേന്ദ്രമോദിക്കും BJPയുടെ ഉയർന്ന നേതാക്കന്മാർക്കും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മോദിയുടെ 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ഇത് കേരളത്തിലെ ഹിന്ദുക്കൾ മാത്രം ആഘോഷിക്കുകയല്ല അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ BJPക്കാര് മാത്രം, അല്ലെങ്കിൽ RSSകാർ മാത്രമല്ല ആഘോഷിക്കുന്നത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പള്ളികളില് പ്രത്യേക കുർബാന വരെ നടന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനോടൊപ്പം കേക്ക് മുറിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പള്ളി വക സ്ഥലങ്ങളിൽ അവരുടെ ആ അങ്കണത്തിൽ തന്നെ നരേന്ദ്രമോദിയെ സ്തുതിച്ചുകൊണ്ടുള്ള, മോദിയുടെ നേട്ടങ്ങളെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് പോലും അവിടെ വിലയിരുത്തലുകളും അദ്ദേഹത്തിന് ദീർഘായുസ്സും നേരുകയൊക്കെ ചെയ്തിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമായിട്ട് ഇടുക്കി ജില്ല കേന്ദ്രീകരിച്ച് അവിടെ ഇത്തരത്തിൽ ചില പള്ളികളിൽ കേക്ക് മുറിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് BJP നേതാക്കന്മാർ അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതൊന്നുമല്ല, മറിച്ച് ബിഷപ്പുമാര് തന്നെ അത് താല്പര്യത്തോടുകൂടി അത് ചെയ്തതാണ്. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് എന്താണ് തെറ്റ് എന്നാണ് അവർ ചോദിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ജന്മദിനം ആഘോഷിക്കണം, കാരണം നമ്മുടെ രാജ്യത്ത് എത്രയോ പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഏറ്റവും അവസാനം ഇതാ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി നമ്മുടെ രാജ്യത്തെ ഈ ഭീകരാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ പിറന്നാൾ ആഘോഷിക്കുന്നതിലും അതിൽ ആശംസ നേരുന്നതിലും എന്താണ് തെറ്റ് എന്നാണ് ക്രൈസ്തവ പുരോഹിതന്മാരും ബിഷപ്പുമാരും ഒക്കെ തന്നെ ചോദിക്കുന്നത്. ഇതാണ് മറ്റുള്ളവർ കാണേണ്ടതും തിരിച്ചറിയേണ്ടതും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.